വിഷുക്കണി കാണാൻ വേണ്ടിയിട്ടേ വിളക്ക് തലേദിവസം കത്തിച്ച് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുക. തീർച്ചയായിട്ടും നമ്മൾ വിഷുവിന് കണി വെക്കാൻ തലേദിവസം കുളിച്ച് പൂജാമുറിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ റെഡിയായിട്ടിരിക്കുക. അതായത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അവർ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുക, കുളി കഴിഞ്ഞ് വിഷുക്കണി വെക്കാൻ പോയാൽ എങ്ങനെയാണ്, വാഷ്റൂമൊക്കെ അല്ലേ അവർ കണി കാണാം, അവർക്ക് നല്ല കണി കാണണ്ടേ. അപ്പോൾ അവർക്ക് നല്ല കണി കാണാൻ വേണ്ടിയിട്ട് തലേദിവസം വിളക്കൊക്കെ കത്തിച്ച് എണ്ണ നന്നായിട്ട് ഒഴിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഭഗവാനോടൊന്ന് പറയുക, ഭഗവാനെ എനിക്ക് കണി കാണേണ്ടതാണ്, തിരികെടുത്തല്ലേ എന്ന്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുക, നമുക്ക് കണ്ണ് കാണുമോ എന്നൊരു സംശയം ഉണ്ടാവും. കണ്ണ് തുറക്കുന്ന അവിടെ ആയിരിക്കുമല്ലോ. നമ്മളെ വീട്ടിൽ നമുക്ക് ഏത് വഴിയിലൂടെയും കണ്ണടച്ചിട്ട് പോയിക്കൂടെ. അപ്പം ഭഗവാൻ വെച്ച സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ കണ്ണ് തുറന്ന് ഭഗവാനെ കാണുന്നു, കണി കാണുന്നു. ആ വർഷം അങ്ങോട്ട് നമുക്ക് സന്തോഷം നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും പോയി കൂട്ടിയിട്ട് വരുന്നു. കണ്ണ് പൊത്തിയിട്ട് വേണം കൂട്ടിയിട്ട് വരാൻ. കണി എല്ലാവരെയും കാണിച്ച് അവിടുത്തെ മുതിർന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, വീട്ടുടമസ്ഥനോ അല്ലെങ്കിൽ നമ്മളായിരിക്കും, ആരെങ്കിലും ആവട്ടെ. അപ്പം കണി കണ്ടതിന് ശേഷം എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക. കൈനീട്ടത്തിൻ്റെ സംഖ്യയുടെ വലുപ്പമൊന്നും നോക്കണ്ട, ആ കൈനീട്ടം ഭഗവാൻ തരുന്നതായിട്ട് നമ്മൾ കൂട്ടിയാൽ മതിട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിക്കോളും. പിന്നെ കൈനീട്ടം കൊടുക്കുന്നത് കുളിച്ച് വന്നിട്ടും കൊടുക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. അപ്പം ഒരു കാര്യം പ്രത്യേകം ഓർത്തോളൂ, നമ്മൾ തലേദിവസം കണിയൊക്കെ നമുക്ക് ഒരുക്കി വെക്കാട്ടോ. എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളക്ക് പോലും കത്തിച്ച് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയേ. അപ്പം വിഷു ആശംസകൾ. കണിക്കൊന്ന ഇതൊരു പ്ലാസ്റ്റിക് പൂവാണ്, ഞാൻ കണ്ണനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഈ മഞ്ഞ കളറ് കാണുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആൾക്ക് ഇഷ്ടമുള്ളതാണ് ഈ കളറ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കണിക്കൊന്ന ഞാൻ എപ്പോഴും പൂജാമുറിയിൽ വെക്കുന്ന ഒന്നാണ്. നമുക്ക് ഒറിജിനൽ കണിക്കൊന്നൊക്കെ കണിക്കൊന്ന ഇഷ്ടം പോലെ പൂത്തിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ കണി വെക്കാൻ പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് കണിക്കൊന്ന, അല്ലേ?